ഇന്ന് നമുക്ക് ഒരു ഹെൽത്തിയും അടിപൊളിയുമായിട്ടുള്ള കെയിൽ ലീവ്സിൻ്റെ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഒരു കെട്ട് കെയിൽ ലീവ്സ് എടുത്തിട്ടുണ്ട്, കൂടാതെ ഒരു വലിയ ഉള്ളിയും. ആദ്യമായിട്ട് കെയിൽ ലീവ്സ് 2-3 പ്രാവശ്യം കട്ട് ചെയ്ത് അത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കാം. എന്നിട്ട് നല്ലവണ്ണം കഴുകിയെടുക്കണം കേട്ടോ. അതിനിടയിൽ നമുക്ക് ആ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. 4-5 പ്രാവശ്യം കഴുകിയതിന് ശേഷം ലീവ്സൊക്കെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി ഒരു കുക്കിംഗ് പാത്രത്തിൽ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനോട് 1 സ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാവുന്നതാണ്. ഇനി 3 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അതിനോട് ചേർക്കാം. 1 സ്പൂൺ ഉറദ് ദാലും അതിനോട് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർക്കാവുന്നതാണ്. കെയിൽ ലീവ്സ് ധാരാളം പോഷക ഗുണങ്ങളുടെ ഒരു കലവറയാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ധാരാളം വിറ്റാമിൻസും മിനറൽസും ഫൈബറും ഒക്കെ അടങ്ങിയിരിക്കുന്നു. ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന കെയിൽ ലീവ്സ് അതിനോട് ചേർക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സ്പൈസസിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർക്കാവുന്നതാണ്. വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇനി അത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം വേവാൻ അനുവദിക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ തുറന്നിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതുപോലെ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർക്കാവുന്നതാണ്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ഡെലീഷ്യസുമായിട്ടുള്ള കെയിൽ തോരൻ റെഡി. ഇനി അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. കെയിൽ ലീവ്സ് നമ്മുടെ ബോൺ ഹെൽത്തിനും ഹാർട്ട് ഹെൽത്തിനും ഡൈജഷനും ഐ ഹെൽത്തിനും കൂടാതെ വെയ്റ്റ് മാനേജ്മെൻറ്റിനും ഒക്കെ സഹായിക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമുള്ളവർക്കും വളരെ നല്ലതാണ്.
ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിലെ പ്രധാന ഐറ്റം ഈ കെയിൽ തോരനാണ്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.